ഗായ്സ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. ഇപ്പോഴാണ് ഈ ടൈമിലാണ് ഇൻട്രോ എടുക്കാൻ പറ്റണത്. ടൈമില്ല. അപ്പോൾ എത്രയും 8:35 കഴിഞ്ഞ് 9 ബസ് കിട്ടണം. മറ്റേ കാര്യമുള്ളൂ. ഇന്നും കൂടി കമ്പനി പോയി തീർക്കും. നമ്മൾ ലാസ്റ്റ് കുറേ ദിവസമായി പറഞ്ഞു. ലാസ്റ്റ് കുറേ ദിവസമായി പറയുന്നു. പക്ഷേ ഇന്ന് തീർത്തിരിക്കും. ഇന്ന് ചെറിയ പണിയും കൂടിയേ ഉള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ തുടക്കം കുറച്ച് ഭാഗങ്ങൾ അബ്സ്ട്രാക്ഷനൊക്കെ സെറ്റാക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പം അത് ചെയ്യാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കുളിച്ച് മാറ്റി ഫുഡ് കഴിച്ച് സ്പോട്ടിൽ ഇറങ്ങി. ടൈമില്ല. ഓക്കെ, ബസ്സിലെത്തിയിട്ട് കാണാം. നേരം വൈകിട്ടുണ്ട്. ഇപ്പോൾ 8:55 ആവാനായി. 9 ബസ് കിട്ടുമോയെന്ന് യാതൊരുവിധ ഉറപ്പില്ല. അപ്പം അതങ്ങനെ മിസ്സായാൽ പിന്നെ അടുത്ത ബസ് എത്തുമ്പോൾ തന്നെ 11 മണിയാവും. 10:30 കഴിഞ്ഞാൽ പിന്നെ ഒരു 10:15 ആകുമ്പോഴാണ് കോഴിക്കോട് എത്തുക. അത് 11 മണിയാവും. ലേറ്റ് ആയാൽ സീനാണ്. ചിലപ്പോൾ നോക്കാം. ഹലോ ഗായ്സ്, ഹലോ പറയാനുള്ള ആരോഗ്യം പോഷമില്ല. ടൈം ഇതാ കണ്ടോ, 9 മണി. ഇപ്പോഴാ വീട്ടിലെത്തിയ. അയ്യോ, ഞാൻ ഇന്ന് കുറേ പ്രതീക്ഷിച്ചിന്ന് പ്രൊജക്റ്റ് തീരെയല്ലേ, നല്ല വൃത്തിക്കുള്ള റോഗൊക്കെ എടുത്ത് സെറ്റാക്കാനൊന്നും നടന്നില്ല. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കി. പ്രൊജക്റ്റ് നമ്മൾ ഇന്നത്തോടെ എല്ലാം സെറ്റാക്കി ഫുള്ള് മൂട്ടാക്കി. പക്ഷേ ഡോക്യുമെൻറ്റേഷനിലേക്ക് കിടന്നപ്പോൾ നമ്മൾ പിന്നെയും പെട്ട്. അതിലൊരു DR ഡയഗ്രാം വരയ്ക്കാനുണ്ട്, പിന്നെ ER ഡയഗ്രാം. അത് ഫോട്ടോ ഒട്ടിക്കലായിരുന്നെങ്കിൽ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. പക്ഷേ ഫോട്ടോ ഒട്ടിക്കാൻ പറ്റില്ല, തന്നെ വേണം. അതായത് വേർഡിൽ എതിരാന്ന് വെച്ചാൽ തന്നെ വേണം. അപ്പം അത് കുറച്ച് പണിയാണ്. അപ്പം അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി. നമ്മൾ സാധാരണ കമ്പനിയിൽ നിന്ന് മാക്സിമം നേരം വൈകി 3:30 നമ്മൾ ഇറങ്ങിയത് 5:30 ആകുമ്പോഴാണ്. വീട്ടിലെത്തിയപ്പോഴാണ്. അങ്ങനത്തെ ഒരു ഇതിലാന്നൊക്കെ. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ വേണമെങ്കിൽ ഇന്ന് തന്നെ എനിക്കിപ്പോൾ ചെയ്ത് തീർക്കാമെന്നുള്ള ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ER ഡയഗ്രാം ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. അപ്പം നമ്മൾ നമ്മൾ വിചാരിച്ച് നമ്മളത് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ടീമും തൊട്ടപ്പുറത്തെ കമ്പനി നിൽക്കണേ, നമ്മുടെ കോളേജിലത്തെ ടീം എല്ലാവരും വിളിച്ച് നോക്കി. എല്ലാവരും അവിടെ സ്റ്റക്കായി നിൽക്കണേ. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ എല്ലാവരും നാളെ സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ച്. സബ്മിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ തീരാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഒന്നുമില്ല, അന്ന് ഒരു വ്ളോഗും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. സ്റ്റാർട്ടിങ് ഒരു ഇൻട്രോ, പിന്നെ തീരുന്നത് ഈ ഔട്ട്രോയിൽ. എല്ലാവരും ക്ഷമിക്കണം നമ്മൾ വിചാരിച്ചു. പിന്നെ വേറൊന്നും കൂടി ഒരു സങ്കട വാർത്തയും കൂടി പറയാണ്ട്. നമ്മൾ 25-24 കിടേലം വ്ളോഗ് വരും പറഞ്ഞില്ലേ. ആ വ്ളോഗ് ഒന്നെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് നമ്മൾ നീട്ടി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് കസിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓളെ വീട്ടിൽ പോകേണ്ടി വരും. തിങ്കളാഴ്ചയാണ് പരിപാടി. ശനിയാഴ്ച ഓളെ കൂടെ പോകണം. ഞായറാഴ്ച എന്തോ സാധനം മേടിച്ച് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ അതും പിന്നെ സാങ്കേതിക വേറെ കാരണങ്ങളാൽ കൊണ്ടും നമ്മൾ പോകുന്നില്ല. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ക്ഷീണിച്ചിരിക്കുന്ന ഞാൻ ഡ്രസ്സ് ഊരിയതായിരുന്നു. സത്യം പറയില്ല, ഡ്രസ്സ് ഊരിയതായിരുന്നു. ഔട്ട്ഡോറെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും കുപ്പായം ഇട്ടതായിരുന്നു. ഇനിയിപ്പോൾ അതാ എവിടെയും എൻ്റെ ബാഗൊക്കെ പുറത്താനുള്ളതൊക്കെ എടുത്ത് വരണം. വയ്യ ഗായ്സ്, വയ്യ. ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. രാവിലെ ഇനി നാളെയും കൂടി കമ്പനി പോകേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അത് പ്രൊജക്റ്റ് തീർന്നുകൊണ്ട് സമാധാനമായി. വർക്കിംഗ് ആണ്, സെറ്റാണ്. അതിൽ സന്തോഷമുണ്ട്. അതാണ് ആകെ ഒരു സമാധാനം. നാളെ ഇനി അറ്റൻഡൻസ് കളയാൻ വയ്യ. ഇനി കോളേജിൽ പോകണം. നാളെ ടീച്ചേഴ്സിൻ്റെ നിന്ന് കേൾക്കാനുള്ളതൊക്കെ കേൾക്കാം. ഒന്നെങ്കിൽ കേൾക്കില്ല, അല്ലെങ്കിൽ കേൾക്കും. കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്ക് ഇറങ്ങും, ഫുള്ള് സെറ്റാക്കി സ്പൈറലും ചെയ്ത് വെള്ളിയാഴ്ച വെക്കും. ഇല്ല സീനില്ല, ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ സന്തോഷം. നമുക്ക് സമാധാനത്തിലെല്ലാം വൃത്തിക്ക് ചെയ്ത് കൊടുക്കാം. വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ ഓല തന്നെ പറയും ഇത് മാറ്റി ചെയ്യണം. പിന്നെ നമുക്ക് രണ്ടാമത് ഫസ്റ്റ് ഇതിലേക്ക് പ്രൊജക്റ്റ് അല്ല, ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഒരു പണിയാണ്. അതാണ് ഒരു സീനുള്ളത്. കുഴപ്പമില്ല. നാളെ എന്തായാലും കോളേജിൽ നിന്ന് എന്തായാലും വ്ളോഗ് എടുക്കും. നമ്മൾ ചമ്മാണെങ്കിലും ചമ്മില്ലെങ്കിലും നാറാണെങ്കിലും എന്താണെങ്കിലും വ്ളോഗ് എടുക്കും. അമ്മേ, അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. മാമനോടൊന്നും തോന്നരുത്. നല്ല ക്ഷീണമുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ആണ് പറയണത്.
രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5:00 വരെ നിർത്താണ്ട് ചെയ്തതാണ്. അതായത് ഫുഡ് കഴിക്കാൻ അത്രയ്ക്കും വിഷം അങ്ങ് എത്തിയപ്പം ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി. എന്തോന്ന് നാരങ്ങളും എന്തോന്ന് കുടിച്ച് എനർജി തിരിച്ച് കയറ്റി സ്പീഡിൽ അതേപോലെ വന്ന് ചെയ്തു. വേറെ ഒന്നും ചെയ്തില്ല. ഫുഡ് മര്യാദയ്ക്ക് സാധാ ചോറൊന്നും കഴിച്ചില്ല. അയ്യോ ചോറ് കഴിക്കാൻ പിന്നെ പൈസ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പോയില്ലെന്ന് പറയുമ്പം ഞങ്ങൾ ഈ തിരുവമ്പാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരറ്റം മുതൽ, അതായത് ഇപ്പം വയനാട് ടു കോഴിക്കോട് അല്ലെങ്കിൽ മാനന്തവാടി ടു കോഴിക്കോട് പറയില്ലേ, അതേപോലെയാണിത്. ഇതൊരു അറ്റത്തുനിന്ന് ഒരറ്റത്തേക്കാണ്. മുക്കത്ത് എത്തി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ തന്നെ അരമണിക്കൂറാവും. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ടോട്ടലി എനിക്ക് 1.5-1.25 മണിക്കൂർ യാത്ര ഉണ്ട്. അതിൻ്റെ പൈസ, പിന്നെ സ്ഥിരം ഫുഡ് കഴിക്കണത്, അങ്ങനെ ഇടയ്ക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ അത്. ഇന്ന് വണ്ടി പഞ്ചറായതുകൊണ്ട് പഞ്ചർ ഇതുവരെ നന്നാക്കിയില്ല, അതുകൊണ്ട് വണ്ടീൻ്റെ ചിലവില്ല. അതുകൊണ്ടാണ് ജീവിച്ചു പോണത്. ഒരു സമാധാനമുണ്ട്. അയ്യോ ഇനിയിപ്പം ഉള്ള പൈസയും കൊണ്ട് ഈ ആഴ്ച തികച്ച് അടുത്ത ആഴ്ച പൂർവാധികം സത്യോടെ നമ്മൾ തീർച്ച പറഞ്ഞതായിരിക്കും. അടുത്ത ആഴ്ച നമ്മൾ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കാണുക. ഡെയിലി വ്ളോഗ്സ് എന്ന കാര്യം നമ്മൾ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മൾ ചെയ്തിരിക്കും. ഇന്നും 2-3 മിനിറ്റ് ഉണ്ടാവുള്ളൂ തോന്നണം, അറിഞ്ഞൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. കാണുന്നില്ല, എന്നാലും ഞാൻ ഒരു രസത്തിന് കാണുന്നവരുണ്ടല്ലോ, കുടുംബക്കാർ കാണുന്നുണ്ട്, ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു.